പ്രധാന റോഡിലേക്ക് ഇറങ്ങാൻ ഒരു വഴിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? പഞ്ചായത്തിലും കളക്ടറേറ്റിലും പരാതി നൽകുകയല്ലാതെ സാധാരണക്കാരന് മുന്നിൽ മറ്റു മാർഗങ്ങളിൽ ഒന്നുമില്ല. പരിഹാരം കാണാതായതോടെ പതിറ്റാണ്ടുകളായി ഇവർ സഞ്ചരിക്കുന്നത് ചെളിയും കാടും നിറഞ്ഞ ദുരിത വഴിയിലൂടെ. ആലപ്പുഴ പല്ലനയിൽ 10ഓളം കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് നേരിടുന്നത്. വഴിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന് അറ്റാക്ക് ഉണ്ടായിട്ട് ഇവിടുന്ന് ഇതിനെ നടത്തിയാണ് ഞങ്ങൾ വടക്ക് റോഡിൽ വരെ കൊണ്ടുപോയി വണ്ടാനത്ത് കൊണ്ടുപോയി. ചെന്ന പാടെ ICUവിലാക്കുമായിരുന്നു. പെട്ടെന്ന് ആവശ്യം ഇവിടെ കിടന്നേ ആകത്തേ ഉള്ളൂ. അതിലാ ഞങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഒരു ചെറിയ നടവഴി മാത്രമായിരുന്നു ഈ കുടുംബങ്ങൾക്ക് ആകെ ഉണ്ടായിരുന്നത്. വർഷങ്ങൾക്ക് ശേഷം 2013 ദേശീയ ജലപാതയ്ക്കായി കായലിന് ആഴം കൂട്ടിയതിന് പിന്നാലെ അതേ മണ്ണ് ഉപയോഗിച്ച് ഇവിടെ ഉണ്ടായിരുന്ന തോട് നികത്തി. ഈ പ്രദേശത്തുള്ളവർക്ക് വഴി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചായത്തിൻ്റെ അനുവാദത്തോടുകൂടി ഈ തോട് നികത്തി കമ്പനി എടുത്തത്. പക്ഷേ അതിനുശേഷം ബാക്കിയുള്ള എല്ലാവരും റോഡിന് വേണ്ടിയുള്ള കൺസെൻറ്റ് കൊടുത്തു. പക്ഷേ കമ്പനി മാത്രം ഈ ആളുകളെ കബളിപ്പിക്കുന്ന അവസ്ഥയാണുള്ളത്. തൃക്കുന്നപ്പുഴ പഞ്ചായത്തിന്റെ ഒത്താശയോടെയാണ് അനധികൃതമായി തോട് നികത്തിയതെന്നും അന്ന് കുടുംബങ്ങൾക്ക് വഴി വാഗ്ദാനം ചെയ്തെങ്കിലും നൽകിയില്ലെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഫലത്തിൽ നിയമവിരുദ്ധമായി തോട് നികത്തുകയും ജനങ്ങൾക്ക് ഇരട്ടി ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ വരും നമ്മൾ ഇടയ്ക്ക് തോടുകളെല്ലാം ഉണ്ടായിരുന്നു, അതെല്ലാം നമ്മൾ രണ്ടാമത് അടിച്ച് നികത്തി ഈ ട്രെഡ്ജിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. അവർ വാക്കാൽ നമുക്ക് വഴി തരാം, അത് വാക്കാലേ ഉള്ളൂ, നമ്മൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. വാക്കാൽ വഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ റോഡ് കമ്മിറ്റിയൊക്കെ കൂടിയതവിടെ കൂടി. അത് കഴിഞ്ഞ് ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമുക്ക് വഴി അളന്ന് വീതി വരെ കാണിച്ച് തന്നിട്ട് പോയതാണ്. അപ്പോൾ പിന്നെ അവർക്ക് എന്ത് പറ്റിയെന്ന് നമുക്കറിയത്തില്ല. 2002 KMRL 80 ഏക്കർ സ്ഥലം ഇവിടെ വാങ്ങിയിരുന്നു. കമ്പനിയുടെ കൂടി അനുമതി ലഭിച്ചാൽ മാത്രമേ പ്രദേശവാസികൾക്ക് ഇതുവഴിയുള്ള സഞ്ചാരം സാധ്യമാവുകയുള്ളൂ. അനുമതി വൈകുന്നതോടെ ദുരിതയാത്ര തുടരുകയാണ് നാട്ടുകാരും. അവരെ വഴി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ ആക്കിച്ചത്. വെറും അങ്ങ് വരെയും തോട് കിടന്ന സ്ഥലമാണ്. ഇത് മൊത്തം അടിച്ച് നികത്തി ഇങ്ങനെ ആക്കിയിട്ട് അവർ ഇതുവരെ അതിനുള്ള പരിഹാരം അവർ കണ്ടിട്ടില്ല. വർഷങ്ങളായി ഇത് കിടന്ന് അനുഭവിക്കുമോ ഞങ്ങൾ തന്നെയല്ല. ഇതിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോകുന്ന എന്ത് ദുരിതമാണ്. വള്ളമില്ലെങ്കിൽ അവർക്ക് അക്കരയിലോട്ട് ഇറങ്ങാൻ പോകാൻ പറ്റത്തില്ല. ഈ മഴക്കാലമാണ് ഏറ്റവും കൂടുതൽ ദുരിതകരമായ കാലങ്ങൾ ഇവർക്ക്. അവർക്ക് തന്നെയല്ല, ഞങ്ങൾക്കും അങ്ങോട്ടൊന്ന് പോകാനോ വരാനോ ഞങ്ങൾക്ക് പറ്റത്തില്ല. തൃക്കുന്നപ്പുഴ വില്ലേജ് ഓഫീസർ കരിമണൽ കമ്പനിക്കെതിരെ ചെങ്ങന്നൂർ RTOയ്ക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പലതവണ കളക്ടറുടെയും ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ചർച്ചകൾ നടന്നിട്ടും ശാശ്വതമായ പരിഹാരം ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. ആലപ്പുഴ ജില്ലയിലെ ലക്ഷ്മിത്തോപ്പിൽ താമസിക്കുന്ന 7ഓളം കുടുംബങ്ങളെ കരയുമായി ബന്ധിപ്പിക്കുന്ന ഏക പാലമാണിത്. കഴിഞ്ഞ 50 വർഷമായി വഴിയില്ലാതെ ബുദ്ധിമുട്ടുന്ന ജനവിഭാഗം നിരവധി തവണ പരാതി ഉന്നയിച്ചിട്ടും ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല. തീർച്ചയായും അധികൃതർ കണ്ണു തുറക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്നും ദീപക്കിനൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.